കുരു പൊട്ടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. ആ, പായസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അതിൽ അരവണ പായസം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. 1-2 തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചപ്പോൾ ഭയങ്കര കുറ്റബോധമായിരുന്നു, നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടേ. ഇപ്പം പിന്നെ ആ പേടിയൊന്നുമില്ല. അങ്ങനെ കുറേ നമ്മൾ കുറികൾ ഉണ്ടാക്കിയതാണല്ലോ. ഇപ്പം ഏതായാലും ഒരു അരവണ പായസം നമുക്ക് കിട്ടി. അതൊന്നും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് കഴിച്ച് നമുക്ക് അങ്ങോട്ട് സമാധി അടയാം, സമാധാനമാകാം. അപ്പോൾ താങ്ക്സ് ഉണ്ട് കേട്ടാ തന്നതിന്. നമ്മളെ കുളിക കൊണ്ട് തന്നതാണ്. മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണുന്നില്ലെന്ന് നോക്കി. യെസ്, കാണാം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. കൊള്ളാം. പ്രത്യേകിച്ച് ബിസ്മീൻ ജെല്ലി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. കുരു പൊട്ടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അത് എൻ്റെ സാറേ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഒന്നും കൂടി ബിസ്മില്ലാഹി റഹ്മാനി റഹീം. എൻ്റെ തുഞ്ചത്തുമ്മല്ലേ കുരുണ്ടാക്കിയെങ്കിൽ അത് സ്വന്തമായിട്ട് അങ്ങോട്ട് മാറ്റം കൊണ്ട് പൊട്ടിച്ചാണ് കേട്ടോ. പിന്നെ ഇജ്ജി കുറേ കാലമല്ല തമ്മിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞങ്ങാണ്ട് തല്ലിപ്പിക്കാൻ നോക്കുന്നത്. അതെൻ്റെ മെടയ്ക്കും മറ്റടുത്ത് വെച്ചായിട്ട്. പിന്നെ എന്നോട് ആരുടെ കോപ്പ പറഞ്ഞ് ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്നത് അരവണ പായസം ഇസ്ലാം മതത്തിൽ വിട്ട് മുസ്ലിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് ഏത് കിതാബിൽ ആരാളാ പറഞ്ഞ കോപ്പ? പിന്നെ ഈ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇജ്ജി പറഞ്ഞ ഈ തമ്മാടിത്തരത്തിന് അതിൻ്റെ കുരു പൊട്ടിക്കലിനെ വേറെ ആരെ വന്ന് പ്രതികരിക്കും വരോ അതിൻ്റെ മെക്കിട്ട് കയറിങ്ങാണ്ട് കുത്തിത്തീർപ്പുണ്ടാക്കാന്നല്ല എൻ്റെ ഉദ്ദേശം. എടാ കോപ്പ, വരുന്നുണ്ടല്ലോ പാവര പള്ളി കയറിയിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്. എനിക്ക് വല്ല ബോധ്യമുണ്ടോ? അത് പെട്ടെന്ന് നടപ്പില്ല മോനെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ. മനസ്സിലായി എനിക്ക്.